ഈസ്റ്ററിന് മുൻപുള്ള ഞായറാഴ്ച ക്രിസ്തീയ വിശ്വാസികൾ ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാൾ ആചരിക്കുന്നു. കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ സൈത്തിൻ കൊമ്പ് വീശി ദാവീദ് സുതന് ഓശാന എന്ന് ജയ് വിളിച്ചുകൊണ്ടാണ് ജനക്കൂട്ടം എതിരേറ്റത്. ഈശോ നടന്നു വരുന്ന വഴിയിൽ ഒലിവ് മര ചില്ലകളും ഈന്തപ്പനയോലകളും വിരിച്ചിരുന്നു. ഈ സംഭവം പുതിയ നിയമത്തിലെ 4 സുവിശേഷകരും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവപുത്രന്റെ രാജകീയ പ്രവേശനത്തിന് തിരഞ്ഞെടുത്തത് പൊതുവെ പരിഹാസപാത്രമായ കഴുതക്കുട്ടിയെയാണ്. ജെറുസലേം വീഥികളാകുന്ന ദേവാലയ അങ്കണങ്ങൾ ഓശാന ഞായറാഴ്ച പ്രത്യേക പ്രാർത്ഥനകളാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ. വെഞ്ചരിച്ച കുരുത്തോലകൾ വിശ്വാസികൾക്ക് നൽകുന്നു. ഈ കുരുത്തോലയുമേന്തിയുള്ള പ്രദക്ഷിണമാണ് പ്രധാന ചടങ്ങ്. ഓരോ വർഷത്തെ കുരുത്തോലയും ക്രൈസ്തവ ഭവനങ്ങളിൽ ഭക്തിയോടെ സൂക്ഷിക്കും. വലിയ നോമ്പിന് തുടക്കം കുറിക്കുന്ന വിഭൂതി ബുധനാഴ്ച ഈ കുരുത്തോലകൾ കത്തിച്ചുള്ള ചാരം കൊണ്ടാണ് വൈദികൻ വിശ്വാസികളുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നത്. വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന കുരുത്തോലകൾ വിഭൂതി ബുധന് മുമ്പായി ദേവാലയങ്ങളിൽ എത്തിക്കാൻ വൈദികർ ആവശ്യപ്പെടും. തീർന്നില്ല, ഈ കുരുത്തോല മുറിച്ച് ചെറിയ കഷ്ണങ്ങൾ പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന പെസഹ അപ്പത്തിന്റെ നടുക്ക് കുരിശാകൃതിയിലും അപ്പത്തോടൊപ്പം കാച്ചുന്ന പാലിലും ഇടും. കുരുത്തോലയ്ക്ക് പകരം റഷ്യൻ ഓർത്തഡോക്സ് സഭ, യുക്രൈനിയൻ ഓർത്തഡോക്സ് സഭ, യുക്രൈനിയൻ കത്തോലിക്ക സഭ തുടങ്ങിയ വിഭാഗങ്ങൾ പുസിവില്ലോ എന്ന ചെടിയാണ് ഓശാന ദിവസം ഉപയോഗിക്കുന്നത്. മറ്റു ചില ഓർത്തഡോക്സ് സഭയിലാകട്ടെ ഒലിവുമര ചില്ലകളും. നിശ്ചിത തീയതിയിലല്ല ഓശാന ഞായർ ആചരിക്കുന്നത്. ഈസ്റ്റർ കണക്കാക്കി അതിനു മുൻപുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായറായി ആചരിക്കുന്നത്. അതുകൊണ്ട് മാറ്റപ്പെരുന്നാൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഓശാന ഞായർ. മിക്ക രാജ്യങ്ങളിലും ഓശാന ഞായർ ആചരിക്കാറുണ്ട്. ഇംഗ്ലണ്ടിലെ കുട്ടികൾ പരസ്പരം ഒലിവ് ചെടിയുടെ ഇലകൾ കൈമാറിയാണ് ഈ ദിവസത്തെ വരവേൽക്കുന്നത്. പാരീസിലാകട്ടെ ഒലിവ് ചെടിയുടെ ഇലകൾ വീശി പാട്ടുപാടുകയാണ് പതിവ്.